ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പൊ നമുക്കിന്ന് പാഠം 2 ശ്രീബുദ്ധനും മാൻകിടാവും. എന്താണ് പാഠത്തിന്റെ പേര്? ശ്രീബുദ്ധനും മാൻകിടാവും അല്ലെ? പേജ് നമ്പർ 8 കണ്ടോ എല്ലാ മക്കളും? 8ാമത്തെ പേജ് എടുത്തോ? അപ്പൊ ശ്രദ്ധിക്കുക. ശ്രീബുദ്ധനെ പറ്റി നിങ്ങൾക്ക് അറിയോ? ശ്രീബുദ്ധൻ ആരായിരുന്നു? ശ്രീബുദ്ധനെ പറ്റി കേട്ടിട്ടുണ്ടോ? പറഞ്ഞോ അമ്മയ? എന്തോ പറയാൻ ഉദ്ദേശിച്ചല്ലോ? ഇല്ലേ? ആർക്കും അറിയില്ലേ ശ്രീബുദ്ധനെ പറ്റി? എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു ശ്രീബുദ്ധൻ? ദയാലുവായിരുന്നു, നീതിമാനായിരുന്നു, ഒക്കെയാണ് അല്ലേ? കേട്ടിട്ടില്ല? അപ്പൊ നമുക്കൊന്ന് ഈ കഥ വായിക്കാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു നദീതീരത്തുകൂടി നടന്നു വരികയായിരുന്നു. നേരം പുലർന്നിട്ടേയുള്ളൂ. എങ്ങും കിളികളുടെ കളകളാരവം, പ്രകൃതിയുടെ മനോഹാരിത നുകർന്നുകൊണ്ട് അദ്ദേഹം മെല്ലെ നടന്നു. പെട്ടെന്നൊരു കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടി. കുറച്ചു ദൂരത്ത് ഒരു മാനിനെ ആരോ കടമ്പു മരത്തോട് ചേർന്ന് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. എന്തൊരു ഹീനമായ പ്രവൃത്തി! അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ശ്രീബുദ്ധൻ പതുക്കെ നടന്ന് മാനിന്റെ അടുത്തേക്ക് ചെന്നു. ആ സാധു ജീവി നിറ കണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കി. കാരുണ്യത്തിനു വേണ്ടി അത് തന്നോട് യാചിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അപ്പോഴേക്കും ഒരു വഴിപോക്കൻ അതിലേ വന്നു. ശ്രീബുദ്ധൻ വഴിപോക്കനോട് ചോദിച്ചു, സ്നേഹിത, ഈ മിണ്ടാപ്രാണിയെ എന്തിനാണ് ഇപ്രകാരം ക്രൂരമായി വരിഞ്ഞു കെട്ടിയിരിക്കുന്നത്? സ്വാമിൻ, മഗധ രാജകുമാരൻ അസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടിയാണ് ഇതിനെ കെട്ടിയിരിക്കുന്നത്. കുമാരൻ വന്നാൽ ഇത് പൂരം പേറ്റ് പിടഞ്ഞു ചാവും. വഴിപോക്കൻ പറഞ്ഞു. ഓഹോ, അത് മഹാക്രൂരതയാണല്ലോ. ശ്രീബുദ്ധൻ ചിന്താവിഷ്ടനായി. അതെ, അദ്ദേഹത്തിന് വേണ്ടി നിത്യവും ഇങ്ങനെ ഓരോ മാനിനെ കെട്ടിയിടാറുണ്ട്. രാജകുമാരനല്ലേ, അദ്ദേഹത്തിന് എന്തും ചെയ്യാമല്ലോ. വഴിപോക്കൻ നടന്നുപോയി. ശ്രീബുദ്ധന്റെ ഹൃദയം വേദന കൊണ്ട് പിടഞ്ഞു. അദ്ദേഹം ആ മാനിന്റെ കെട്ടുകൾ അഴിച്ചു. നീ വേഗം പോയിക്കൊള്ളൂ, നിന്റെ ജീവിതം കളങ്കമറ്റതാണ്. ശ്രീബുദ്ധൻ അതിനെ വീണ്ടും തലോടി. സ്നേഹപൂർവ്വം ശ്രീബുദ്ധനെ നോക്കിയിട്ട് അത് കാട്ടിലൂടെ ഓടി മറഞ്ഞു. ശ്രീബുദ്ധൻ തന്റെ ശരീരം ആ കടമ്പു മരത്തോട് ചേർത്ത് ബന്ധിച്ചു. പിന്നെ കാവ്യവസ്ത്രം കൊണ്ട് ശരീരം ആകെ മൂടി. എന്നിട്ട് അവിടെ അനങ്ങാതെ നിന്നു. വൈകുന്നേരമായപ്പോൾ അമ്പും വില്ലും കൈകളിലേന്തി പരിചാരകരോടൊന്നിച്ച് മഗധ രാജകുമാരൻ ആ കടമ്പു വൃക്ഷത്തിന്റെ സമീപത്തെത്തി. അദ്ദേഹം ആവനാഴിയിൽ നിന്ന് ഒരു അമ്പെടുത്ത് വില്ലിനോട് ചേർത്തു. അപ്പോഴാണ് മാൻകിടാവിന്റെ സ്ഥാനത്ത് കാവ്യവസ്ത്രത്തിന് നിറം കണ്ടത്. അദ്ദേഹം പരിചാരകരോട് പറഞ്ഞു, ഇന്നത്തെ ഇര സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി തോന്നുന്നല്ലോ. അതൊരു മൃഗം തന്നെയാണോ എന്ന് നോക്കിയിട്ട് വരൂ. പരിചാരകൻ വൃക്ഷച്ചുവട്ടിൽ ചെന്ന് നോക്കി. അപ്പോഴാണ് അതൊരു സന്യാസിയാണെന്ന് മനസ്സിലായത്. ആരോ സന്യാസിയെ ബലമായി പിടിച്ചവിടെ കെട്ടിയിട്ടതാണെന്ന് രാജകുമാരൻ വിചാരിച്ചു. രാജകുമാരൻ ചോദിച്ചു, അങ്ങയെ ആരാണ് ഇവിടെ ബന്ധിച്ചത്? സന്യാസി പറഞ്ഞു, കുമാരാ, എന്നെ ആരും ഇവിടെ ബന്ധിച്ചതല്ല. പിന്നെ അങ്ങേക്ക് വേണ്ടി ഒരു മാനിനെ ഇവിടെ വരിഞ്ഞു കെട്ടിയിരുന്നു. അതിനെ ഞാൻ രക്ഷപ്പെടുത്തി, സന്യാസി അറിയിച്ചു. അതെന്തിന്? അപ്പോൾ എനിക്ക് എഴുതുവിട്ട മൃഗം വേണ്ടേ? രാജകുമാരൻ കോപിഷ്ഠനായി. കേൾക്കുന്നില്ലേ മക്കളെ? ഓ, കുമാര, ദേഷ്യപ്പെടാതിരിക്കൂ. മാനിനു പകരം അങ്ങ് എന്നെ അമ്പെയ്തു കൊള്ളൂ. അങ്ങേക്ക് അസ്ത്രവിദ്യ പഠിക്കാൻ ഏതെങ്കിലും ഒരു ജീവി മതിയല്ലോ. അത് ഞാൻ തന്നെ ആവട്ടെ. ശ്രീബുദ്ധൻ ശാന്ത സ്വരത്തിൽ പറഞ്ഞു. ഞാൻ ഇതുവരെ മനുഷ്യരെ അമ്പെയ്ത് ശീലിച്ചിട്ടില്ല. രാജകുമാരൻ ദേഷ്യപ്പെട്ടു. കുമാര, പാവപ്പെട്ട മിണ്ടാപ്രാണികളെ കൊല്ലുന്നതിലും ഭേദം മനുഷ്യരെ തന്നെ കൊല്ലുകയാണ്. പക്ഷേ കൊല്ലൽ ഒന്നിനും പ്രതിവിധിയല്ല. രാജകുമാരനായ അങ്ങേക്ക് എത്ര മൃഗങ്ങളെ വേണമെങ്കിലും കൊല്ലാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഒരെണ്ണത്തിന് ജീവൻ കൊടുക്കാൻ കഴിയുമോ? ശ്രീബുദ്ധൻ രാജകുമാരനെ നോക്കി. ഇതോടെ രാജകുമാരൻ നിശബ്ദനായി. ശ്രീബുദ്ധന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പൂരമ്പ് പോലെ തറച്ചു. അദ്ദേഹം തന്റെ കയ്യിലിരുന്ന അമ്പും വില്ലും ശ്രീബുദ്ധന്റെ പാദങ്ങളിൽ വെച്ചു. അദ്ദേഹത്തിന്റെ പാദങ്ങൾ തൊട്ടു വണങ്ങിക്കൊണ്ട് രാജകുമാരൻ പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞതാണ് ശരി. നമുക്ക് കൊല്ലാനേ കഴിയും, ഒന്നിനെയും ജീവിപ്പിക്കാൻ കഴിയില്ല. ജീവിപ്പിക്കാൻ കഴിവില്ലാത്തവർക്ക് കൊല്ലാനും അധികാരമില്ല. ഞാൻ ഇനിമേൽ ഒന്നിനെയും
കൊല്ലില്ല. ഇത് സത്യം സത്യം സത്യം. രാജകുമാരന്റെ നിറഞ്ഞ കണ്ണുകൾ തുടിച്ചുകൊണ്ട് ശ്രീബുദ്ധൻ ഉപദേശിച്ചു. അഹിംസ പരമോ ധർമ്മ. അല്ലെ? ഓക്കെ, ഇതാണ് കഥ അല്ലെ. ശ്രീബുദ്ധൻ ആരായിരുന്നപ്പോ? അഹിംസയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മഹാനായിരുന്നു അല്ലെ. സഹജീവികളോട് സ്നേഹവും ദയയും ഒക്കെ കൊണ്ട് നടന്ന ആളായിരുന്നു ആര്? ശ്രീബുദ്ധൻ അല്ലെ. ശ്രീബുദ്ധന്റെ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് മക്കളെ? എന്തെങ്കിലും മനസ്സിലായോ കഥ വായിച്ചതിൽ നിന്ന് മിസ്? മിസ് ഈ കഥ വായിച്ച് നിങ്ങൾ കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ശ്രീബുദ്ധനെ പറ്റി മനസ്സിലായി അല്ലെ? മനസ്സിലായോ? അഹിംസയിൽ അടിയുറച്ച് വിശ്വസിച്ച ആളാണ് ആരെന്ന് മനസ്സിലായി? ശ്രീബുദ്ധൻ അല്ലെ. അഹിംസയെ പറ്റിയാണ് അദ്ദേഹം സംസാരിച്ചവിടെ. എന്തായിരുന്നു? മിണ്ടാപ്രാണിയോട് സഹജീവികളോട് സ്നേഹവും ദയയും ഒക്കെ കാണിക്കുന്ന ആളായിരുന്നു അല്ലെ അദ്ദേഹം. അപ്പോ ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു നദീതീരത്തോടു കൂടി നടന്നു വരികയായിരുന്നു. നേരം പുലർന്നിട്ടേ ഉള്ളൂ. എങ്ങും കിളികളുടെ കളകളാരവം. പ്രകൃതിയുടെ മനോഹാരിത നുകർന്നുകൊണ്ട് അദ്ദേഹം മെല്ലെ നടന്നു. പെട്ടെന്നൊരു കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടി. കുറച്ചു ദൂരത്ത് ഒരു മാനിനെ ആരോ കടമ്പ് മരത്തോട് ചേർന്ന് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. എന്തൊരു ഹീനമായ പ്രവൃത്തി! അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്താണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്? ഒരിക്കലും ഒരു ദിവസം എന്താണ് ശ്രീബുദ്ധൻ ഒരു നദീതീരത്തുകൂടി എന്ന് പറഞ്ഞാൽ നദിയുടെ അടുത്തുകൂടി നടന്നു വരികയായിരുന്നു അല്ലെ. അപ്പോഴോ നേരം പുലർന്നിട്ടേ ഉള്ളൂ അദ്ദേഹം നടക്കുന്ന സമയത്ത് അല്ലെ. എങ്ങും അപ്പൊ പുലർന്ന സമയത്ത് എന്താ ഉണ്ടാവുക? പുലർച്ചെ രാവിലെ പുറത്തൊക്കെ ഇറങ്ങി നദീതീരത്തൊക്കെ നടന്നാൽ അറിയാം അല്ലെ. എന്താണ്? എങ്ങും കിളികളുടെ കളകളാരവം. എന്താണ് കളകളാരവം മക്കളെ? മക്കളെ എന്താണ് ഒരു പ്രതികരണം ഇല്ലാത്തെ? കിളികളൊക്കെ നല്ല രാവിലത്തെ അവസ്ഥയിൽ അവർക്ക് നല്ല സന്തോഷമുള്ള സമയമാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നവര്? കളകളാരോ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. നല്ല ഒച്ചയാണ് കിളികളുടേത്. അപ്പോ അതുകൊണ്ടാണ് കളകളാരവം എന്ന് പറഞ്ഞത് അല്ലെ. കളകള ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെയോ പ്രകൃതിയുടെ മനോഹാരിത നുകർന്നുകൊണ്ട് ഇപ്പോ അദ്ദേഹം എന്താ ചെയ്യുന്നത്? പ്രകൃതിയുടെ മനോഹാരിത ഒക്കെ നിറഞ്ഞു. മനോഹാരിത പറഞ്ഞെന്താ? ഭംഗി അല്ലെ. ഭംഗിയൊക്കെ നുകർന്നുകൊണ്ട് എന്താ ചെയ്യുന്നേ? അദ്ദേഹം മെല്ലെ നടന്നു. പെട്ടെന്നൊരു കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടി അല്ലെ. എന്തോ ഒരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. എന്ത്? അതാണ് പറയുന്നല്ലേ അടുത്ത്. കുറച്ചു ദൂരത്ത് ഒരു മാനിനെ ആരോ കടമ്പ് മരത്തോട് ചേർത്ത് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. വരിഞ്ഞു കെട്ടുക പറഞ്ഞ എന്താണ്? കെട്ടിയിരിക്കുന്നുണ്ട് അല്ലെ. വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. എന്തൊരു ഹീനമായ പ്രവൃത്തി! ഹീനം എന്താണ് അർത്ഥം? ഹീനം ഹീനം നീചം അല്ലെ. നീചം എന്ന് പറഞ്ഞാൽ മോശമായ പ്രവൃത്തി അല്ലെ. ഹീനം എന്താണ് അർത്ഥം? നീചം അല്ലെ. ആരവം എന്ന് പറഞ്ഞ എന്താ? കളകളാരവം. ആരവം ശബ്ദം അല്ലെ. ആരവം നാദം ഒക്കെ ശബ്ദാണ് അല്ലെ. ശബ്ദം അത് കിളികളുടെ കളകളാരവം. കളകള ശബ്ദം. ഓക്കെ. മനോഹാരിത എന്ന് പറഞ്ഞാൽ പറഞ്ഞു മിസ് ഭംഗി അല്ലെ. ഓക്കെ. അപ്പൊ എന്തായിരുന്നു? എന്തൊരു ഹീനമായ പ്രവൃത്തി! അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഏത് ഹീനമായ പ്രവൃത്തിയാ കണ്ടത് ശ്രീബുദ്ധൻ? ഒരു മാനിനെ ആരോ കടമ്പ് മരത്തോട് ചേർന്ന് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു അല്ലെ. ആ ഹീനമായ പ്രവൃത്തിയാണ് ആരെ? ശ്രീബുദ്ധൻ കണ്ടത്. ഓക്കെ. അപ്പൊ ആ ഒരു പാരഗ്രാഫ് ഞാൻ ഒന്നുകൂടി വായിക്കാം, ശ്രദ്ധിക്കുക. ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു നദീതീരത്തു കൂടി നടന്നു വരികയായിരുന്നു. തീരം എന്ന് പറഞ്ഞാൽ എന്താ? നദിയുടെ അടുത്തുകൂടി അല്ലെ. നദിയുടെ അരികെ കൂടി നടന്നു വരികയായിരുന്നു. നേരം പുലർന്നിട്ടേ ഉള്ളൂ. എങ്ങും കിളികളുടെ കളകളാരവം. കളകളാരവം എന്ന് പറഞ്ഞാൽ കളകള ശബ്ദം. പ്രകൃതിയുടെ മനോഹാരിത നുകർന്നുകൊണ്ട് അദ്ദേഹം മെല്ലെ നടന്നു അല്ലെ. മനോഹാരിത ഭംഗി അല്ലെ. ഭംഗി ഒക്കെ നുകർന്നുകൊണ്ട് അദ്ദേഹം മെല്ലെ നടന്നു. പെട്ടെന്നൊരു കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടി. എന്തായിരുന്നു ആ കാഴ്ച? കുറച്ചു ദൂരത്ത് ഒരു മാനിനെ ആരോ കടമ്പ് മരത്തോട് ചേർന്ന് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. ആ അവസ്ഥയാണ്, ആ കാഴ്ചയാണ് ആരെ? ശ്രീബുദ്ധൻ കണ്ടത്.
അതിനെയാണ് എന്ത് ഹീനമായ പ്രവൃത്തി, എന്തൊരു നീചമായ പ്രവൃത്തിയാണ് ഇത് എന്ന് ചോദിക്കുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങളാണ് അങ്ങനെ പോകുന്ന ഒരു മാനിനെ പിടിച്ച് വരിഞ്ഞു കെട്ടിയിരിക്കുന്ന കാണുമ്പോ നിങ്ങൾക്ക് കണ്ണുകൾ നിറയുവോ? ഓക്കെ, നിങ്ങൾ ശ്രീബുദ്ധനെ പോലെ ദയാലുവാണ് എന്നർത്ഥം അല്ലെ. കണ്ണുകൾ നിറയും അല്ലെ. നമുക്ക് ആരുടെയെങ്കിലും ഒരു ദയനീയ അവസ്ഥ കാണുമ്പോൾ നമുക്ക് കണ്ണുകൾ നിറയണം അല്ലെ. നമ്മള് എന്താണ്, സഹജീവികളോട് സ്നേഹമുള്ളവരായിരിക്കണം, ദയുള്ളവരായിരിക്കണം അല്ലെ. അതൊക്കെയാണ് നമുക്ക് ഈ കഥയിലൂടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പാരഗ്രാഫ് ഞാൻ ഒന്നുകൂടി വായിക്കാം. ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു നദീതീരത്തു കൂടി നടന്നു വരികയായിരുന്നു. നേരം പുലർന്നിട്ടേ ഉള്ളൂ. എങ്ങും കിളികളുടെ കളകളാരവം. പ്രകൃതിയുടെ മനോഹാരിത നുകർന്നുകൊണ്ട് അദ്ദേഹം മെല്ലെ നടന്നു. പെട്ടെന്നൊരു കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടി. കുറച്ചു ദൂരത്ത് ഒരു മാനിനെ ആരോ കടമ്പ് മരത്തോട് ചേർത്ത് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. എന്തൊരു ഹീനമായ പ്രവൃത്തി! അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഓക്കെ, അടുത്ത പാരഗ്രാഫ് നോക്കിക്കോ. ശ്രീബുദ്ധൻ പതുക്കെ നടന്ന മാനിന്റെ അടുത്തേക്ക് ചെന്നു. ആ സാധു ജീവി നിറ കണ്ണുകളോട് അദ്ദേഹത്തെ നോക്കി. കാരുണ്യത്തിന് വേണ്ടി അത് തന്നോട് യാചിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അപ്പോഴേക്കും ഒരു വഴിപോക്കൻ അതിലേ വന്നു. ശ്രീബുദ്ധൻ വഴിപോക്കനോട് ചോദിച്ചു, സ്നേഹിത, ഈ മിണ്ടാപ്രാണിയെ എന്തിനാണ് ഇപ്രകാരം ക്രൂരമായി വരിഞ്ഞു കെട്ടിയിരിക്കുന്നത്? അപ്പൊ വഴിപോക്കനോട് എന്താ ചോദിച്ചത് ശ്രീബുദ്ധൻ? എന്താ ചോദിച്ചത്? ഈ മിണ്ടാപ്രാണിയെ ആരാണ് ഇപ്രകാരം ക്രൂരമായി വരിഞ്ഞു കെട്ടിയിരിക്കുന്നത് എന്ന് ചോദിച്ചു അല്ലെ. അപ്പോ ശ്രീബുദ്ധൻ എന്താ ചെയ്ത്? അദ്ദേഹം പതുക്കെ നടന്ന മാനിന്റെ അടുത്തേക്ക് ചെന്നു. ആ സാധു ജീവി പറഞ്ഞെന്താ അർത്ഥം? സാധു ജീവി പറഞ്ഞ പാവപ്പെട്ട അല്ലെ, സാധു അല്ലെ. നമ്മൾ ഒരാളേലും പറയാറുണ്ട് അല്ലെ, അവ സാധു ആണെന്ന് പറഞ്ഞാൽ പാവാണെന്ന് അർത്ഥം അല്ലെ. ആ സാധു ജീവിയെ എന്ത് ചെയ്തേ? സാധുജീവി നിറകണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കി അല്ലെ. ഒരാളെങ്കിലും എന്നെ സ്നേഹിക്കാനുണ്ടല്ലോ എന്നില്ല. കാരുണ്യത്തിന് വേണ്ടി അത് തന്നോട് യാചിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. കാരുണ്യം എന്താർത്ഥം? കാരുണ്യം കരുണ, ദയ അല്ലെ. കാരുണ്യം, ദയ അല്ലെങ്കിൽ കരുണ. ഓക്കെ, അത് കാരുണ്യത്തിന് വേണ്ടി യാചിക്കുന്നത് പോലെ തോന്നി, കാരുണ്യം. അപ്പോ കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ദയ അല്ലെങ്കിൽ അനുകമ്പ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ നമുക്ക് നമ്മുടെ സഹജീവികളോട് തോന്നുന്ന അനുകമ്പ, അതാണ് കാരുണ്യം. ഓക്കെ, അപ്പോഴേക്കും ഒരു വഴിപോക്കൻ അതിലേ വന്നു. ശ്രീബുദ്ധൻ വഴിപോക്കൻ എന്ന് പറഞ്ഞ ആരാ? വഴിപോക്കൻ എന്താ അർത്ഥം? യാത്രക്കാരൻ. വഴിപോക്കൻ എന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ. യാചിക്കുക എന്താ അർത്ഥം മക്കളെ? അപേക്ഷിക്കുക, യാചിക്കുക, അപേക്ഷിക്കുക. വഴിപോക്കൻ, യാത്രക്കാരൻ. ഓക്കെ, എന്നിട്ട് എന്താ? സ്നേഹിത, ഈ മിണ്ടാപ്രാണിയെ എന്തിനാണ് ഇപ്രകാരം ക്രൂരമായി വരിഞ്ഞു കെട്ടിയിരിക്കുന്നത് എന്ന് ചോദിച്ചു അല്ലെ. ഓക്കെ, രണ്ടാമത്തെ പാരഗ്രാഫ് ക്ലിയർ ആണോ? അടുത്ത മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കിക്കോ. സ്വാമിൻ മഗധ രാജകുമാരൻ അസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടിയാണ് ഇതിനെ കെട്ടിയിരിക്കുന്നത്. കുമാരൻ വന്നാൽ ഇത് പൂരം പേറ്റ് പിടഞ്ഞു ചാവും. വഴിപോക്കൻ പറഞ്ഞു അല്ലെ. മഗധ രാജകുമാരനെ അസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ദിവസം ഓരോരോ മാനിനെ ഇങ്ങനെ കൊല്ലുന്നത് അല്ലെ. മാനിനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവികളെയോ. എന്തിനാ? എന്നാ അദ്ദേഹത്തിന് മരത്തിനകത്ത് എഴുതി വരുത്താ പോരെ അല്ലെ. ഒരു പിണ്ടാപ്രാണിയുടെ ജീവൻ കളയണോ? അപ്പൊ ഇതിനു വേണ്ടി അന്ന് പറഞ്ഞു അല്ലെ. സ്വാമിൻ മഗധ രാജകുമാരനെ അസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടിയാണ് ഇതിനെ കെട്ടിയിരിക്കുന്നത്. കുമാരൻ വന്നാൽ ഇത് പൂരം പേറ്റ് പിടഞ്ഞു ചാവും. വഴിപോക്കൻ പറഞ്ഞു. ഓഹോ, അത് മഹാക്രൂരതയാണല്ലോ. ശ്രീബുദ്ധൻ ചിന്താവിഷ്ടനായി അല്ലെ. ശ്രീബുദ്ധൻ ചിന്താവിഷ്ടനായി. എന്ത്? ഇവർക്ക് ആർക്ക്? മഗധ രാജകുമാരനെ അസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടിയാണ് ഇതിനെ കെട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോ ഇത് വല്ലാത്തൊരു ക്രൂരതയാണല്ലോ അല്ലേ. അസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടി ഒരു മിണ്ടാപ്രാണിയെ കൊല്ലണോ എന്നതില് അദ്ദേഹം ചിന്താവിഷ്ടനായി അല്ലെ. ഓഹോ, അത് മഹാക്രൂരതയാണല്ലോ. ക്രൂരത പറഞ്ഞ എന്താണ്? ക്രൂരത എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നീചമായ പ്രവൃത്തി അല്ലേ. ഓക്കെ, അപ്പോ ക്രൂരതയാണല്ലോ. ശ്രീബുദ്ധൻ ചിന്താവിഷ്ടനായി. അദ്ദേഹത്തിന് വേണ്ടി നിത്യവും എന്ന് പറഞ്ഞാൽ എന്താണ്? ദിവസവും. അദ്ദേഹത്തിന് വേണ്ടി നിത്യവും ഇങ്ങനെ ഓരോ മാനിനെ കെട്ടിയിടാറുണ്ട്.
രാജകുമാരനല്ലേ, അദ്ദേഹത്തിന് എന്തും ചെയ്യാമല്ലോ. വഴിപോക്കൻ നടന്നുപോയി അല്ലേ. രാജകുമാരനാവുമ്പോ എന്താണ്? എന്തും ചെയ്യാമല്ലോ. വഴിപോക്കൻ നടന്നുപോയി. ഓക്കെ, വഴിപോക്കൻ അത്രയും പറഞ്ഞ് എന്ത് ചെയ്തു? നടന്നുപോയി. ഓക്കെ, ഇത്ര വരെ ക്ലിയർ ആണോ മക്കളെ? നിങ്ങൾക്ക് ഒരു നെറ്റില്ലാത്ത ഒരു പ്രതീതിയാണല്ലോ ഉള്ളത്. ശ്രീബുദ്ധന്റെ ഹൃദയം വേദന കൊണ്ട് പിടഞ്ഞു. അദ്ദേഹം ആ മാനിന്റെ കെട്ടുകൾ അഴിച്ചു. നീ വേഗം പോയിക്കൊള്ളൂ, നിന്റെ ജീവിതം കളങ്കമറ്റതാണ്. ശ്രീബുദ്ധൻ അതിനെ വീണ്ടും തലോടി. സ്നേഹപൂർവ്വം ശ്രീബുദ്ധനെ നോക്കിയിട്ട് അത് കാട്ടിലൂടെ ഓടി മറഞ്ഞു അല്ലേ. ശ്രീബുദ്ധൻ എന്ത് ചെയ്തു? ആ മാനിനെ കെട്ടഴിച്ച് വിട്ടു അല്ലേ. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? അതിനെ കെട്ടഴിച്ചു വിട്ടു. അതെന്ത് ചെയ്തു? ശ്രീബുദ്ധൻ അതിനെ വീണ്ടും തലോടി. സ്നേഹപൂർവ്വം ശ്രീബുദ്ധനെ നോക്കിയിട്ടത് കാട്ടിലൂടെ ഓടി മറഞ്ഞു. ശ്രീബുദ്ധന്റെ ഹൃദയം വേദന കൊണ്ട് പിടഞ്ഞു. അദ്ദേഹം ആ മാനിന്റെ കെട്ടുകൾ അഴിച്ചു. നീ വേഗം പോയിക്കോളൂ, നിന്റെ ജീവിതം കളങ്കമറ്റതാണ് എന്ന് പറഞ്ഞിട്ട് ആരെ? മാനിനെ അഴിച്ച് അദ്ദേഹം വിട്ടു അല്ലെ. അത് കാട്ടിലൂടെ ഓടി മറഞ്ഞു. ഇത്രപ്പരം മതി അല്ലെ നമുക്ക്. ഓക്കെ, ഒന്നുകൂടി ഞാൻ അതുവരെ വായിക്കാം. ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു നദീതീരത്തു കൂടി നടന്നു വരികയായിരുന്നു. നേരം പുലർന്നിട്ടേ ഉള്ളൂ. എങ്ങും കിളികളുടെ കളകളാരവം. പ്രകൃതിയുടെ മനോഹാരിത നുകർന്നുകൊണ്ട് അദ്ദേഹം മെല്ലെ നടന്നു. പെട്ടെന്നൊരു കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടി. കുറച്ചു ദൂരത്ത് ഒരു മാനിനെ ആരോ കടമ്പു മരത്തോട് ചേർത്ത് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. എന്തൊരു ഹീനമായ പ്രവൃത്തി! അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ശ്രീബുദ്ധൻ പതുക്കെ നടന്ന മാനിന്റെ അടുത്തേക്ക് ചെന്നു. ആ സാധുജീവി നിറകണ്ണുകളോട് അദ്ദേഹത്തെ നോക്കി. കാരുണ്യത്തിന് വേണ്ടി തന്നോട് യാചിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അപ്പോഴേക്കും ഒരു വഴിപോക്കൻ അതിലേ വന്നു. ശ്രീബുദ്ധൻ വഴിപോക്കനോട് ചോദിച്ചു, സ്നേഹിത, ഈ മിണ്ടാപ്രാണിയെ എന്തിനാണ് ഇപ്രകാരം ക്രൂരമായി വരിഞ്ഞു കെട്ടിയിരിക്കുന്നത്? സ്വാമിൻ, മഗധ രാജകുമാരൻ അസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടിയാണ് ഇതിനെ കെട്ടിയിരിക്കുന്നത്. കുമാരൻ വന്നാൽ ഇത് കൂരമ്പേറ്റ് പിടഞ്ഞു ചാവും, വഴിപോക്കൻ പറഞ്ഞു. ഓഹോ, അത് മഹാക്രൂരതയാണല്ലോ. ശ്രീബുദ്ധൻ ചിന്താവിഷ്ടനായി. അതെ, അദ്ദേഹത്തിന് വേണ്ടി നിത്യവും ഇങ്ങനെ ഓരോ മാനിനെ കെട്ടിയിടാറുണ്ട്. രാജകുമാരനല്ലേ, അദ്ദേഹത്തിന് എന്തും ചെയ്യാമല്ലോ. വഴിപോക്കൻ നടന്നുപോയി. ശ്രീബുദ്ധന്റെ ഹൃദയം വേദന കൊണ്ട് പെടുന്നു. അദ്ദേഹം ആ മാനിന്റെ കെട്ടുകൾ അഴിച്ചു. നീ വേഗം പോയിക്കൊള്ളൂ, നിന്റെ ജീവിതം കളങ്കമറ്റതാണ്. ശ്രീബുദ്ധൻ അതിനെ വീണ്ടും തലോടി. സ്നേഹപൂർവ്വം ശ്രീബുദ്ധനെ നോക്കിയിട്ട് അത് കാട്ടിലൂടെ ഓടി മറഞ്ഞു. ഓക്കെ ആണ് എല്ലാ മക്കൾക്കും? ആരാ ഒന്നത് വായിക്കുന്ന ആ ഭാഗം? ഓക്കെ, ഷെഫി സ്റ്റാർട്ട് ചെയ്തോ. ഷെഫി. പാഠം 2. ശ്രീബുദ്ധനും മാൻകിടാവും. ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു നദീതീരത്തുകൂടി നടന്നു വരികയായിരുന്നു. നേരം പുലർന്നിട്ടേ ഉള്ളൂ. എങ്ങും കിളികളുടെ കളകളാരവം. പ്രകൃതിയുടെ മനോഹര രീതി നുകർന്നുകൊണ്ട് അദ്ദേഹം മെല്ലെ നടന്നു. പെട്ടെന്നൊരു കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടി. കുറച്ചു ദൂരത്ത് ഒരു മാനിനെ ആരോ കടമ്പു മരത്തോട് ചേർത്ത് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. എന്തൊരു ഹീനമായ പ്രവൃത്തി! അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ശ്രീബുദ്ധൻ പതുക്കെ നടന്നു മാനിന്റെ അടുത്തേക്ക് ചെന്നു. ആ സാധുജീവി നിറകണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കി. കാരുണ്യത്തിനു വേണ്ടി അത് തന്നോട് യാചിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അപ്പോഴേക്കും ഒരു വഴിപോകൻ അതിലെ വന്നു. ശ്രീബുദ്ധൻ വഴിപോകനോട് ചോദിച്ചു, സ്നേഹിത, ഈ മിണ്ടാപ്രാണിയെ എന്തിനാണ് ഇപ്രകാരം ക്രൂരമായി വരിഞ്ഞു കെട്ടിയിരിക്കുന്നത്? സ്വാമിൻ, മഗധ രാജാവിന് അസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടിയാണ് ഇതിനെ കെട്ടിയിരിക്കുന്നത്. കുമാരൻ വന്നാൽ ഇത് കുരമ്പേറ്റ്
പിടഞ്ഞു ചാവും. വഴിപോകൻ പറഞ്ഞു, ഹോ, അത് മഹാക്രൂരമായതാണല്ലോ. ശ്രീബുദ്ധൻ ചിന്താവിഷ്ടനായി. അതെ, അദ്ദേഹത്തിനു വേണ്ടി നിത്യവും ഇങ്ങനെ ഓരോ മാനിനെ കെട്ടിയിടാറുണ്ട്. രാജകുമാരനല്ലേ, അദ്ദേഹത്തിന് എന്തും ചെയ്യാമല്ലോ. വഴിപോക്കൻ നടന്നുപോയി. ശ്രീബുദ്ധന്റെ ഹൃദയ വേദന കൊണ്ട് പിടഞ്ഞു. അദ്ദേഹം ആ മാനിന്റെ കെട്ടുകൾ അഴിച്ചു. നീ വേഗം പോയിക്കോളൂ, നിന്റെ ജീവിതം കളങ്കമറ്റതാണ്. ശ്രീബുദ്ധൻ അതിനെ വീണ്ടും തലോടി. സ്നേഹപൂർവം ശ്രീബുദ്ധനെ നോക്കിയിട്ട് അത് കാട്ടിലേക്ക് മറഞ്ഞു. മതി, എത്ര വരെ നമ്മള് പഠിച്ചുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആരാ? ഞാൻ അന്ന വായിച്ചോ. അന്ന സ്റ്റാർട്ട് ചെയ്തോ. പാഠം 2. ശ്രീബുദ്ധനും മാൻകിടാവും. ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു നദി തീരത്തുകൂടി നടന്നു വരികയായിരുന്നു. നേരം പുലർന്നിട്ടേ ഉള്ളൂ. എങ്ങും കിളികളുടെ കളകളാവരം. പ്രകൃതിയുടെ മനോഹാരിത നുകർന്നുകൊണ്ട് അദ്ദേഹം മെല്ലെ നടന്നു. പെട്ടെന്ന് ഒരു കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടി. കുറച്ചു ദൂരത്ത് ഒരു മാനിനെ ആരോ കടമ്പു മരത്തോട് ചേർത്ത് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. എന്തൊരു ഹീനമായ പ്രവൃത്തി! അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ശ്രീബുദ്ധൻ പതുക്കെ നടന്ന് മാനിന്റെ അടുത്തേക്ക് ചെന്നു. ആ സാധുജീവി നിറഞ്ഞ കണ്ണുകളോട് അദ്ദേഹത്തെ നോക്കി. കാരുണ്യത്തിന് വേണ്ടി അത് തന്നോട് യാചിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അപ്പോഴേക്കും ഒരു വഴിപോക്കൻ അതിലേ വന്നു. ശ്രീബുദ്ധൻ വഴിപോക്കനോട് ചോദിച്ചു, സ്നേഹിത, ഈ മിണ്ടാപ്രാണിയെ എന്തിനാണ് ഇപ്രകാരം ക്രൂരമായി വരിഞ്ഞു കെട്ടിയിരിക്കുന്നത്? സ്വാമി, മഗധ രാജകുമാരന് അസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടിയാണ് ഇതിനെ കെട്ടിയിരിക്കുന്നത്. കുമാരൻ വന്നാൽ ഇത് ക്രൂരം വേറ്റ് പിടഞ്ഞു ചാവും. വഴിപോക്കൻ പറഞ്ഞു. ഓഹോ, അത് മഹാക്രൂരതയാണല്ലോ. ശ്രീബുദ്ധൻ ചിന്താവിഷ്ടനായി. അതെ, അദ്ദേഹത്തിന് വേണ്ടി നിത്യവും ഇങ്ങനെ ഓരോ മാനിനെ കെട്ടിയിട്ടാറുണ്ട്. രാജകുമാരനല്ലേ, അദ്ദേഹത്തിന് എന്തും ചെയ്യാമല്ലോ. വഴിപോക്കൻ നടന്നുപോയി. ശ്രീബുദ്ധന്റെ ഹൃദയം വേദന കൊണ്ട് പിടഞ്ഞു. അദ്ദേഹം ആ മാനിന്റെ കെട്ടുകൾ അഴിച്ചു. നീ വേഗം പോയിക്കോളൂ, നിന്റെ ജീവിതം കളങ്കമറ്റതാണ്. ശ്രീബുദ്ധൻ അതിനെ വീണ്ടും തലോടി. സ്നേഹപൂർവ്വം ശ്രീബുദ്ധനെ നോക്കി അത് കാട്ടിലൂടെ ഓടി മറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ദേവാഞ്ജന. ഞാൻ വായിക്കാം. പാഠം 2. മാൻകിടാവ്. ഒരിക്കൽ ശ്രീബുദ്ധൻ നദീ തീരത്തു കൂടി നടന്നു വരികയായിരുന്നു. നേരം പുലർന്നിട്ടേ ഉള്ളൂ. എങ്ങും കിളികളുടെ കലകലരാഗം. പ്രകൃതിയുടെ മനോഹാരിത നുകർന്നുകൊണ്ട് പെട്ടെന്ന് ഒരു കാഴ്ച അദ്ദേഹം ഞെട്ടി. കുറച്ചു ദൂരത്ത് ഒരു മാനിനെ ആരോ കടമ്പു ചേർത്ത്
നിൽക്കുന്നത് കുമാരന് അസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടിയാണ് ഇതിനെ കെട്ടിയിരിക്കുന്നത്. കുമാരൻ ഇത് പൂരം ഓക്കെ, എന്തോ ഒരു സൗണ്ട് വരുന്നത് ദേവാഞ്ജന, എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട്. ഞാൻ വായിക്കാം. ആരാ? ദേവപ്രിയ. ഓക്കെ. ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു നദീതീരത്തു കൂടി നടന്നു വരികയായിരുന്നു. നേരം പുലർന്നിട്ടേയുള്ളൂ. എങ്ങും കിളികളുടെ കളകളവരം. പ്രകൃതിയുടെ മനോഹാരിത നുകർന്നുകൊണ്ട് അദ്ദേഹം മെല്ലെ നടന്നു. പെട്ടെന്നൊരു കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടി. കുറച്ചു ദൂരത്ത് ഒരു മാനിനെ ആരോ കടമ്പു മരത്തോട് ചേർത്ത് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. എന്തൊരു ഹീനമായ പ്രവൃത്തി! അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ശ്രീബുദ്ധൻ പതുക്കെ നടന്നു മാനിന്റെ അടുത്തേക്ക് ചെന്നു. ആ സാധുജീവി നിറക്കണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കി. കാരുണ്യത്തിനു വേണ്ടി അത് തന്നോട് യാചിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അപ്പോഴേക്കും ഒരു വഴിപോക്കൻ അതിലേ വന്നു. ശ്രീബുദ്ധൻ വഴിപോക്കനോട് ചോദിച്ചു, സ്നേഹിത, ഈ മിണ്ടാപ്രാണിയെ എന്തിനാണ് ഇപ്രകാരം ക്രൂരമായി വരിഞ്ഞു കെട്ടിയിരിക്കുന്നത്? സ്വാമിൻ, മഗധ രാജകുമാരന് അസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടിയാണ് ഇതിനെ കെട്ടിയിരിക്കുന്നത്. കുമാരൻ വന്നാൽ ഇത് ഊരമ്പേറ്റ് പിടഞ്ഞു ചാവും. വഴിപോക്കൻ പറഞ്ഞു. ഓഹോ, അത് മഹാക്രൂരതയാണല്ലോ. ശ്രീബുദ്ധൻ ചിന്താവിഷ്ടനായി. അതെ, അദ്ദേഹത്തിനു വേണ്ടി നിത്യവും ഇങ്ങനെ ഓരോ മാനിനെ കെട്ടിയിടാറുണ്ട്. രാജകുമാരനല്ലേ, അദ്ദേഹത്തിന് എന്തും ചെയ്യാമല്ലോ. വഴിപോക്കൻ നടന്നുപോയി. ശ്രീബുദ്ധൻ ഹൃദയം വേദന കൊണ്ട് പിടഞ്ഞു. അദ്ദേഹം ആ മാനിന്റെ കെട്ടുകൾ അഴിച്ചു. നീ വേഗം പോയിക്കൊള്ളൂ, നിന്റെ ജീവിതം കളങ്കമറ്റതാണ്. ശ്രീബുദ്ധൻ അതിനെ വീണ്ടും തലോടി. സ്നേഹപൂർവ്വം ശ്രീബുദ്ധനെ നോക്കിയിട്ട് അത് കാട്ടിലൂടെ ഓടി മറഞ്ഞു. ശ്രീബുദ്ധൻ ഓക്കെ, അത്രയല്ലേ നമ്മൾ പഠിച്ചുള്ളൂ. പിന്നെ ഓക്കെ, നിങ്ങൾ പ്രസന്റ് ഇട്ടു? എല്ലാ മക്കളും പ്രസന്റ് ഇട്ടു? എവിടെ പ്രസന്റ് എഴുതിയിട്ടോ? എല്ലാവരും ചെയ്തല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്രിസ്റ്റി സിൻഡോ വായിച്ചോ. ക്രിസ്റ്റി സിൻഡോ പോയോ? ഞാൻ വായിക്കാം. ആരാ? ഞാൻ പേര് പറഞ്ഞേ. പാഠം 2. ശ്രീബുദ്ധനും മാൻകിടാവും. ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു നദീതീരത്തുകൂടെ നടക്കുകയായിരുന്നു. നേരം പുലർന്നിട്ടേ ഉള്ളൂ. കിളികളുടെ പ്രകൃതിയുടെ മനോഹാരിത നുകർന്നുകൊണ്ട് അദ്ദേഹം മെല്ലെ നടന്നു. പെട്ടെന്ന് ഒരു കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടി. കുറച്ചു ദൂരത്ത് ഒരു മാനിനെ കടമ്പുമരത്ത് ചേർത്ത് വലിഞ്ഞു കെട്ടിയിരിക്കുന്നു. എന്തൊരു ഹീനമായ പ്രവൃത്തി! അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ശ്രീബുദ്ധൻ പതുക്കെ നടന്നു മാനിന്റെ അടുത്തേക്ക് ചെന്നു. ആ സാധുജീവി നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കി. കാരുണ്യത്തിനു വേണ്ടി അത് തന്നോട് യാചിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അപ്പോഴേക്കും ഒരു വഴിപോക്കൻ അതിലെ വന്നു. ശ്രീബുദ്ധൻ വഴിപോക്കനോട് ചോദിച്ചു, സ്നേഹിത, ഈ മിണ്ടാപ്രാണിയെ എന്തിനാണ് ഇപ്രകാരം ക്രൂരമായി വലിഞ്ഞുകെട്ടിയിരിക്കുന്നത്? ഓക്കെ മോനെ, സ്റ്റോപ്പ്. പിന്നെ അടുത്ത ദിവസം ഇപ്പൊ നമ്മുടെ ക്ലാസ് കട്ടാവാനായേ. അപ്പൊ അടുത്ത ദിവസം നമ്മുടെ എക്സാം ഉണ്ട്, ക്ലാസ് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാ മക്കളും കേട്ടുവല്ലോ?
എല്ലാ മക്കളും പഠിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കും. ഓക്കെ, അതുപോലെ ഈ പാഠഭാഗം ഒന്ന് വായിച്ചത് നല്ല 2-3 തവണ നിങ്ങൾ വായിക്കുക. എന്നിട്ട് നല്ല നീറ്റിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് മിസ്സിന് സെൻഡ് ചെയ്യണം. ഓക്കെ, എല്ലാവരും ചെയ്യില്ലേ? ഈ പാഠഭാഗം ഒരു 2-3 തവണ നിങ്ങൾ വായിക്കുക. ഓക്കെ, അടുത്ത ദിവസം ഏത് ദിവസമാണ് പരീക്ഷ? ആ, ഓക്കെ, ഫസ്റ്റ് ലെസൺ. ഓ, എന്താണ് ക്ലിയർ ആയില്ല? അതെ, ഗ്രൂപ്പിലല്ല കേട്ടോ, പേഴ്സണൽ ആയിട്ട്. ഓക്കെ, ബൈ. ഗ്രൂപ്പിലല്ല കേട്ടോ, പേഴ്സണൽ ആയിട്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. ബൈ. നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. ബൈ.